ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും 5 മിനിറ്റ്സ് ഫോർ മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക്, SCERT അല്ല NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് കണക്കുകളാണ് ചെയ്യുക. ഒരു 5 കണക്കുകളേ ഉള്ളൂ. ഞാനിപ്പോൾ പത്തനംതിട്ട പോയിട്ട് ഇപ്പം ഇങ്ങനെ എത്തിയതേ ഉള്ളൂ. വളരെ വേഗത്തിൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 9:15 സമയം, 10 മണിക്ക് നിങ്ങളിലേക്ക് എത്തത്തക്ക വിധത്തിൽ വേഗത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 5 ചോദ്യങ്ങളുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 5ാമത്തെ ചോദ്യം ഹോംവർക്കാണ് കേട്ടോ. കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. 5ാമത്തെ ചോദ്യം ഹോംവർക്കാണ്. കൂട്ടത്തിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യം പൊതുവെ അധ്യാപകർ പിള്ളേർക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനുള്ള തന്നു വിടാറുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പാടുള്ള ചോദ്യം നോക്കി ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ആ ശ്രേണി കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാ ടൈംസും ഉൾപ്പെടെ ഈ തന്നിരിക്കുന്ന ടൈംസ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സീരീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇവിടെയുണ്ട്. ചോദ്യത്തിലുള്ള നമ്പേഴ്സ് 2, 26 എന്നീ 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലുള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ ചോദ്യത്തിൽ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അഥവാ സമാന്തര ശ്രേണിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമാന്തര ശ്രേണിയാണ് എങ്കിൽ മധ്യപദം കണ്ടെത്താൻ ചോദിച്ചാൽ, എന്ത് കണ്ടെത്താൻ ചോദിച്ചാൽ, അതെ മധ്യപദം കണ്ടെത്താൻ ചോദിച്ചാൽ, കഴിഞ്ഞാൽ 2 വശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. എന്ത് ചെയ്യുക? സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് തുക കണ്ടുപിടിക്കുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക, പകുതി എടുക്കുക. അപ്പോൾ ഇവിടുത്തെ തുക എന്ത് വരും? 26-ഉം 2ഉം കൂടെ കൂട്ടുക. 26-ഉം 2ഉം എത്ര വരുന്നത്? 28 ആണ്. 28ൻ്റെ പകുതി എടുത്താൽ ആൻസറായി എത്രയാണത്? 14 ആയിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, മനക്കണക്കായിട്ട് ചെയ്യാം. ഇതൊന്നും എഴുതി ചെയ്യേണ്ട ഒരു കാര്യമില്ല, മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യത്തിൽ 2 നമ്പേഴ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഈ ചോദ്യത്തിൽ ഇത്രയും ഭാഗം മാത്രം നോക്കുകയാണ്. ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ നമ്മൾ ആദ്യം ചെയ്ത അതേ ചോദ്യം പോലാണല്ലേ. 2 ടൈംസ് തന്നിട്ടുണ്ട്, അതിന് നടുക്കുള്ള ടൈം നമുക്കറിയില്ല. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആദ്യത്തേതും അവസാനത്തേതും കൂടെ കൂട്ടുക. ഒന്ന് കൂട്ടിക്ക് എത്രയാണ്? 13 3 16 എന്ന് വരും. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അതിൻ്റെ പകുതി എത്രയാണ്? 16ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 എന്ന് വരും. സോ നമ്മുടെ മിഡിൽ ടൈം എത്രയാണ്? അതായത് 8 എന്നാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ കിടക്കുന്ന നമ്പർ കിട്ടിയത്. ഇനി അടുത്ത സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി തീരെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാര്യം അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പൊതുവ്യത്യാസം എന്ന് പറയുന്ന സെയിം ആയിരിക്കും. അതായത് ഈ പറയുന്ന 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? അത് 5 ആണ്. അതേ വ്യത്യാസം തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. 13ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. അതേ വ്യത്യാസം തന്നെയായിരിക്കും ഈ 2 നമ്പേഴ്സ് തമ്മിലും ഉണ്ടാവുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 13ൻ്റെ കൂടെ 5 കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. കാരണം നിങ്ങൾ ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? 3, 8, 13 എന്നിങ്ങനെ നമ്പർ കൂടിയാണ് വരിക. സോ ഇവിടെ 13ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടൈം കിട്ടും. സോ 13ഉം 5ഉം എത്രയാണ്? അവിടെ 18 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ശരിക്കും ഈ ശ്രേണി നമ്മൾ ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ചാണ് നെറ്റ് ശ്രേണി പോകുന്നത്. ഇവിടുത്തെ പൊതുവ്യത്യാസം ചോദിച്ചാൽ അത് -5 ആണ് നമുക്കറിയാം. എങ്കിലും അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5 ആണ്. നമുക്കിവിടെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി 5 റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൂട്ടിയാലും മതിയാവും. സോ എന്തായാലും നമുക്ക് വിട്ടുപോയ 2 നമ്പേഴ്സ് 18ഉം അതുപോലെ തന്നെ 8ഉം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യത്തിൽ 2 നമ്പേഴ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ആ മധ്യപദം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുപോയി നടക്കുമോ? ഇല്ല. കാരണം ഇവിടെ 2 നമ്പേഴ്സാണ് ഇടക്ക് വന്നിട്ടുള്ളത്. ഇടക്ക് ഒരു നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിലാണ് ഈ മധ്യപദം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പരിപാടി നടക്കുക. ഇപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഗ്യാപ്പിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ 5ൽ നിന്ന് 9 എത്തുന്നതിന് എത്രയുടെ വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ. 5ഉം 9 തമ്മിലുള്ള വ്യത്യാസം. 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 9 ആവും. പിന്നെ ഒരു അരയും കൂടെ ഉണ്ട്. അപ്പോൾ സോ 4 വ്യത്യാസമുണ്ട്. ഈ 2 ടൈംസ് തമ്മിൽ 4 വ്യത്യാസമുണ്ട്. ഈ 4 വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിനിടക്കുള്ള 2 നമ്പേഴ്സ്, ഈ ടേം അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പൊതുവ്യത്യാസത്തിൻ്റെ സമ്മാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് അല്ലേ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എ എന്ന് പറയുന്നൊരു ടൈമുണ്ട്, ബി എന്ന് പറയുന്നൊരു ടൈമുണ്ട്. ആദ്യം 5ഉം 7ഉം തമ്മിൽ ഒരു പൊതുവ്യത്യാസമുണ്ട്, എയും ബിയും തമ്മിൽ ഒരു പൊതുവ്യത്യാസമുണ്ട്, ബിയും 9 തമ്മിൽ മറ്റൊരു പൊതുവ്യത്യാസമുണ്ട്. ഈ പൊതുവ്യത്യാസങ്ങളെല്ലാം കൂടി കൂട്ടുന്നതാണെന്ത്? ഈ പറയുന്ന 4. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അതായത് 3 ഗുണം ഡി അല്ലേ. 3 ഡി ആണ്. 3D ഇല്ലേ. സോ 3D ആണെന്ത്? ഈ 4 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ 2 നമ്പേഴ്സാണ് ഇടക്കുള്ളതെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എത്ര എണ്ണം കാണും? 3 എണ്ണം ഉണ്ടാകും.
4 നമ്പേഴ്സാണ് ഇടയ്ക്കുള്ളെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം 5 എണ്ണമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. സോ ഇവിടെ നമുക്ക് 3D എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 4.5 കിട്ടി. 3D എന്ന് പറയുന്നത് 4.5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് D കണ്ടുപിടിക്കാമല്ലോ. നമുക്കത് എഴുതി വയ്ക്കാം. എന്താണ് 3D എന്ന് പറയുന്നത് 4.5. അതിൽ നിന്ന് എങ്ങനെ D കണ്ടുപിടിക്കുക? എഴുതാം നമുക്ക്. 3D = ആ 4.5 എന്നുള്ളതിന് നമുക്ക് മിക്സർ ഫ്രാക്ഷനാണ്, അത് നമുക്ക് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. സോ ചെയ്യേണ്ടത് എന്താണ്? 4 2 കൂടി കൂടിക്കുക. 4 2 8, അതിൻ്റെ കൂടെ 1 കൂട്ടുക. 8 1 9. ആ 9 മുകളിൽ എഴുതുക. then താഴത്ത് 2 കൊടുക്കുക. സോ ഇത് ആൻസറിലേക്ക് D കണ്ടുപിടിച്ചാൽ മതി. D കണ്ടുപിടിക്കാൻ വേണ്ടി D ഇവിടെ നിർത്തുക, ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോവും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് തന്നെ വെട്ടാം അല്ലേ? ഈ 9 3 കൂടെ അങ്ങ് വെട്ടാം. സോ ഇവിടെ നമുക്ക് 3 വരും. സോ നമുക്ക് D = 3/2 എന്ന് വരും. 3/2 എന്ന് പറഞ്ഞാൽ ആ 3ൻ്റെ പകുതി 1.5 ആയിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1.5 കിട്ടി. ഞാൻ നമ്പേഴ്സ് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ? എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ പറയുന്ന 5ൽ നിന്ന് 9.5 എത്തുന്നതിന് 4.5 വ്യത്യാസം എന്ന് പറഞ്ഞു. അതിൽ ഓരോ ഡിയും നമുക്ക് എത്ര കിട്ടി? 1.5 എന്ന് കിട്ടി. ആ 1.5 വീതം ആ വ്യത്യാസം കുറച്ച് കൂട്ടിയും കൊടുത്താൽ മതി. കാരണം ഇവിടെ കൂടി വരുന്നൊരു ശ്രേണിയാണ് അല്ലേ? 5ൽ നിന്ന് 9.5 എത്തിയപ്പോൾ കൂടുകയാണ് ചെയ്തത്. സോ 1.5 കൂട്ടുക. 5ൻ്റെ കൂടെ 1.5 കൂട്ടുമ്പോൾ 5 1 6, then അരയും കൂടെ കൂട്ടുമ്പോൾ 1.5 കൂട്ടേണ്ടത് കേട്ടോ. അരയും കൂടെ കൂട്ടുമ്പോൾ 6.5 എന്ന് വരും. ആദ്യത്തെ ടൈം 6.5 എന്ന് വരും. അടുത്ത വീണ്ടും 6.5യുടെ കൂടെ വീണ്ടും എന്ത് ചെയ്യുക? ഒരു 1.5 കൂട്ടുക. ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 1.5 കൂട്ടുക. 6ഉം 6.5യും 1.5 അല്ലേ? 6.5 1 7.5. 7.5യുടെ കൂടെ വീണ്ടും ഒരു അര കൂട്ടണം അല്ലേ? അരയും കൂടെ കൂട്ടുമ്പോൾ 8 എന്ന് വരും. സോ നമ്മുടെ മിസ്സിംഗ് നമ്പേഴ്സ് 8ഉം 6.5യും ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യത്തിന് തന്നെ ഒരു എക്സ്റ്റൻഡ് വെർഷനാണ് ഈ കാണുന്ന ചോദ്യം. തൊട്ട് മുമ്പ് നമുക്ക് 2 നമ്പേഴ്സ് ആയിരുന്നു ഇടക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര നമ്പറാണ്? ഇവിടെ 4 നമ്പേഴ്സാണ്. അപ്പോൾ 4 നമ്പേഴ്സ് തന്നിട്ടില്ല എങ്കിൽ 4 നമ്പേഴ്സാണ് തരാത്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പൊതുവ്യത്യാസം ഉണ്ടാവും? അത് തന്നെ എത്രയാണ്? 5 പൊതുവ്യത്യാസം ഉണ്ടാവും. ആ 5 പൊതുവ്യത്യാസം കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് എത്ര വരിക? ഈ -4 എന്നുള്ളത് എത്രയായിട്ട് മാറുക? 6 ആയിട്ട് മാറുക. ക്ലിയർ അല്ല? ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം. -4ൻ്റെ കൂടെ 5D എന്ന ഈ പൊതുവ്യത്യാസം കൂട്ടിയാൽ 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിയുടെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഓരോ ടൈംസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 5D = 6, -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ +4 ആകും, അതായത് 10 എന്ന് വരും. സോ 5D = 10. ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. 5ഉം 10ഉം തമ്മിൽ വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് വരും. സോ D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് ആ വാല്യൂസ് നമ്മുടെ നമ്പേഴ്സിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ വിട്ടുപോയ പദം കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം -4 ഇവിടെ, +6 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ശ്രേണി കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ ചെയ്യുന്നത്? അതെ, കൂടി വരികയാണ്. +2 തന്നെയാണ് കേട്ടോ. +2 തന്നെയാണ് നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4ൻ്റെ കൂടെ 2 അങ്ങ് കൂട്ടുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം കിട്ടും. 4 -4ൻ്റെ കൂടെ 2 കൂട്ടുക. -4ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? അവിടെ -2 എന്നായിരിക്കും വരിക. ഇനി അടുത്ത ടൈം കണ്ടെത്താൻ വേണ്ടി -2ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ നമുക്ക് 0 വരും. അടുത്ത കണ്ടെത്താൻ വേണ്ടി 0യുടെ കൂടെ 2 കൂട്ടുക. അപ്പോൾ നമുക്ക് 2 എന്ന് വരും. അടുത്ത ടൈം കണ്ടെത്താൻ വേണ്ടി 2ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുക. അപ്പോൾ നമുക്ക് 4 എന്ന് വരും. സോ ഇതൊക്കെയായിരിക്കും -2 0 2 4 ഇതൊക്കെയായിരിക്കും നമ്മുടെ വിട്ടുപോയ നമ്പേഴ്സ്. സോ അത്രയേ ഉള്ളൂ. ഈ ചോദ്യത്തിൽ നമുക്ക് അത്രയും മനസ്സിലാക്കാനുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള 2 സെറ്റ് ഓഫ് ഗ്യാപ്സ് ഒക്കെ തന്നിട്ടുള്ള ഈ ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം ഹോംവർക്കായിട്ട് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം പറഞ്ഞു നിർത്തുകയാണ്. വീഡിയോ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ നേരെ എഡിറ്റ് ചെയ്യാൻ പോട്ടെ കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വേഗം നിങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ സമയം 9:45. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാൻ ഗുഡ് ബൈ. താങ്ക് യു.